ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തിൽ മീനം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലെ, നമ്മുടെ ഓരോ രാശിക്കാർക്കുള്ള ഫലങ്ങൾ. നമുക്ക് അധികം താമസിക്കാൻ വീഡിയോ കേൾക്കാം. അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോയ്ക്കകത്തൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ജൂലൈ മാസഫലം. തുലാം രാശി അതായത് തുലാം കൂറ്, ചിത്തിര ചോതി വിശാഖം മുക്കാടുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക. ഇവർക്ക് ജൂലൈ മാസം നോക്കുകയാണെങ്കിൽ ബുധൻ, ശുക്രൻ, ആദിത്യൻ ഇവ അനുകൂലമായ സമയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയെങ്കിലും കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ബിസിനസ്സിനായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പുതിയ ആശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സക്സസ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വിട്ടുകളയേണ്ട. ശ്രമിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് അനുകൂലമായ സമയത്തിലോട്ട് നല്ല അനുകൂലമായ സാഹചര്യമായി മാറാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. കുടുംബകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ നോക്കുകയാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. വിവാഹ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 13 മുമ്പായിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ട് നടക്കും, കുഴപ്പമില്ല. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുജൻ രാശി മാറിയ ശേഷം നമ്മൾ ചെറിയ തടസ്സങ്ങൾ നമ്മുടെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾ ആലോചിച്ച് പക്ഷെ നടക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാം സെറ്റാണ്, പക്ഷെ എന്തോ ഒരു അസ്വയമാണ്, വിവാഹം മാറ്റി വെക്കേണ്ട ഒരവസ്ഥ, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ വഴക്ക്, ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ അത്ര സുഖകരമായിട്ടുള്ള അനുഭവമൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ കലഹങ്ങൾ, ഒരഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു സമാധാനക്കേട്, അതുപോലെ തന്നെ വീട്ടിൽ സാമ്പത്തികം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, എത്ര കൊണ്ടുവന്നാലും അത് ഇല്ലാത്തൊരവസ്ഥ, എത്ര വന്ന് കയറിയാൽ അത് പെട്ടെന്ന് തന്നെ കാലിയാവുന്ന അവസ്ഥ, ഇനിയിപ്പോൾ ഒരു കാരണമില്ല ഒരു ആശുപത്രി കേസ് വരിക, അങ്ങനെയൊക്കെ വന്ന ആ ഒരു സാമ്പത്തികം നമ്മുടെ കയ്യിരിക്കുന്ന പയ്യെ കുറയാനുള്ള അവസ്ഥ, പൊതുവേ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് അത്ര അനുകൂലമാവാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉള്ള സമയം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ അനുകൂലമായ സമയം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്തൊരു കാര്യത്തിന് എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾക്ക് നമുക്ക് പഠനത്തിന് തന്നെ എന്ത് ചെയ്യും, കുറച്ച് എക്സ്പെൻസ് ഒക്കെ കുറച്ച് എക്സ്ട്രാ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ആവശ്യമാണ്, അതീവ ജാഗ്രത വെച്ച് പുലർത്തണം. അതുപോലെ തന്നെ ഭക്ഷണകാര്യത്തിലും കൃത്യമായ ഒരു നിയന്ത്രണമൊക്കെ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ മാക്സിമം കുറച്ച് എരിവൊക്കെ ഉള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്ന ഈ ഒരു മാസം അനുകൂലമായിട്ടൊരവസ്ഥ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നെയായിരിക്കും. ജീവിതത്തിലായാലും നോക്കുകയാണെങ്കിൽ പൊതുവേ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും. ആ ഒരു സമാധാനക്കേട് ജീവിതത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറമേ നോക്കിയ ആൾക്കാർക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും നീറുന്ന ഒരവസ്ഥയായിരിക്കും ഈ ഒരു ജൂലൈ മാസം എന്ന് പറയുക. പൊതുവെ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ കുറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന പ്രശ്നങ്ങളാണ്, എന്തൊക്കെയാണ്, എനിക്ക് ഒരു സ്വസ്ഥതയില്ല, എനിക്ക് അറിയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊരവസ്ഥയിലേക്ക് വരാൻ ചാൻസ് ഉള്ള സമയം തന്നെയാണ് ജൂലൈ മാസം എന്ന് പറയുന്നത്. കുറച്ച് പ്രായം ചെന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ തുലാം രാശിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ചില പ്രശ്നങ്ങൾ നമ്മൾ വലുതാണ് വിചാരിക്കുന്നതുകൊണ്ട് വലുതാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിസ്സാരം മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ നമ്മുടെ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയാവാം. അപ്പം ആ വലിയ പ്രശ്നം എങ്ങനെ സിമ്പിളായിട്ട് പരിഹരിക്കാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിയും നമുക്കൊരു ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കതിനൊക്കെ മറികടന്ന്
മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതിനെ കൃത്യമായിട്ട് വീക്ഷിക്കുക. അതുപോലെ തന്നെ വലിയൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു, പുതിയൊരു ആരംഭം തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതിനൊക്കെ നമ്മൾ ഈ പൊതുഫലം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം നിങ്ങൾ തന്നെ പലപേരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഫലങ്ങളൊന്നും പകുതി ലഭിക്കുന്നില്ല എന്ന്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് കൃത്യമായി എക്സ്പേർട്സിനോട് ചോദിച്ച് തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം നോക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ട് മാത്രം പോലെ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കൺസൾട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ബിസിനസ് റിലേറ്റഡ് കൺസൾട്ട് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ളവരോട് നിങ്ങൾക്ക് അഡ്വൈസ് സ്വീകരിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ളവരോട് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ ആസ്ട്രോളജി പ്രൊഡിക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നടക്കില്ല അല്ലേ. കാരണം എന്താണ്, നമുക്ക് നല്ല ഫലങ്ങളുള്ള സമയത്ത് നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ അല്ലേ. ആ തൊഴിലനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നല്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടെ ഗോൾസ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു അട്രാക്ഷൻ കൂട്ടി വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മോശ സമയത്ത് നിങ്ങൾക്ക് മോശ സമയമാണ്, റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ജാഗ്രത എടുക്കണം, അതിനുള്ള ശ്രദ്ധ കൊടുക്കണം, അതിന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ജീവിതത്തിൽ നല്ല ഇത് വിജയിക്കാനും സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പകുതി നമ്മുടെ രാശിഫലം മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞ ഐഡിയാസ് ഒന്നും ലഭിക്കില്ല അല്ലേ. ആ ഒരു ഐഡിയയും കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറുമായിട്ട് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ടു ജോയിൻ പെൻഡുല ആസ്ട്രോളജിനോ അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്നോ ആ വാട്സപ്പ് മെസ്സേജിൽ ഇടുക. വേറെ ഹായ് അല്ലെങ്കിൽ നമസ്കാരം ഒന്നും ഇടാതെ, അല്ലെങ്കിൽ ആദ്യം നമസ്കാരം ഇട്ടാലും കൃത്യമായ കാര്യം നിങ്ങൾ കൺസൾട്ടേഷൻ ആണോ അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനാണോ എന്ന് കൃത്യമായി ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓഫീസ് സ്റ്റാഫിന് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പെൻഡുല ജ്യോതിഷം നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ബാച്ച് ആരംഭിക്കുക. അപ്പം ആ ബാച്ചിലേക്ക് നമുക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ആർക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ അത്രയും പേരുടെയും പൊതുവായിട്ടാണ് നമ്മൾ ഈ ഒരു ഫലം പറയുന്നത് അല്ലേ. മേടരാശി അല്ലെങ്കിൽ ഇടവരാശി മിഥുനരാശി ഓരോ രാശിക്കാരുടെയും ആ രാശി ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലം. സോ എന്താണ് ഇവിടെ ഈ ഒരു രാശി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്ര വ്യത്യാസം ഉണ്ടാവാം. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ പല സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ പലതായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ പലതായിരിക്കാം, നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം പലതായിരിക്കാം. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ആവുന്നത് അല്ലേ. ക്യാരക്ടർ ബിൽഡ് ആവുന്നതനുസരിച്ചാണ് നമുക്കുണ്ടാവുന്ന ഓരോ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ഉപരി എന്താണ് നമുക്ക് മുൻജന്മ കർമ്മവും നമ്മുടെ ഈ ഒരു ലൈഫിൽ ബന്ധിച്ചിരിപ്പുണ്ട് അല്ലേ. അപ്പം ഈ മുൻജന്മ കർമ്മവും നമ്മളിലായിട്ട് ബന്ധിക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ വളർച്ചയിൽ ഒത്തിരി പേർക്ക് എന്താണ് അസൂയ കുശുമ്പ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ചില ആൾക്കാർ വരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ കുശുമ്പ് വന്നേക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ആ തോന്നൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തയാണ്, ആ ചിന്തയ്ക്ക് നമ്മളൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പം അതൊക്കെ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് നല്ലത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലത് അങ്ങോട്ട് കൊടുക്കണം അല്ലേ. നമുക്കൊരാൾക്ക് നന്മ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമുക്ക് നന്മ തരാൻ സാധിക്കുള്ളൂ, നമ്മളിലേക്ക് നന്മ എത്തുകയുള്ളൂ അല്ലേ. അപ്പം ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അല്ലെങ്കിൽ നമ്മൾ പലരും പറയാറുണ്ട് എനിക്ക് മാത്രമേ എപ്പോഴും ഈ മോശ സമയം സംഭവിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് ഭയങ്കര നല്ല സമയമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാം. അതിന് കാരണം ചിലപ്പം അവർക്ക് ആ ടൈമിൽ നല്ല ദൈവാധീനം ഉണ്ടാവാം. അത് മാത്രമല്ല അവരെന്ത് ചെയ്യണം, മുൻജന്മ കർമ്മത്തിൽ അവർ നല്ല ഫലങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലങ്ങളൊക്കെ അവർ ഈ ജന്മത്തെ അനുഭവിക്കുക. അപ്പം നിങ്ങൾ ഈ ജന്മത്തിൽ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം മുൻജന്മ കർമ്മം ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക്
എന്താണ് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക. ഒരു നല്ല കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും വ്യക്തിപരമായിട്ട് പ്രശ്നം നോക്കി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ജാതകം പരിശോധിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം ചിന്ത ചെയ്യുകയോ ചെയ്യണം നിർബന്ധമായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അനുകൂല സമയമാണ്. നമ്മുടെ ജാതകത്തിൽ നമുക്ക് പക്ഷേ മോശമാണെങ്കിൽ നമുക്ക് ഈ അനുകൂല ഫലം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴും മോശമായി സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിന്തിക്കുക. പൂർണ്ണമായിട്ട് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. പേരും നക്ഷത്രം വ്യക്തമായിട്ട് തന്നെ ഇടുക കേട്ടോ. പേരും നക്ഷത്രം എന്ന രീതിയിൽ തന്നെ ഇടുക. ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിലായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് ഇട്ടാലും കുഴപ്പമില്ല, മിക്സ് ആയി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരാളുടെ പേര് നക്ഷത്രം വേറൊരാളുടെ പേര് മാത്രം എടുത്ത് അടുത്ത കമൻറ്റ് നക്ഷത്രം മാത്രം ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മെസ്സേജ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയുള്ളൂ. കൃത്യമായിട്ടുള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇടുക കേട്ടോ. എന്നാൽ മാത്രമാണ് അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ കോഴ്സിന് വന്നതാണ് കൺസൾട്ടേഷന് വന്നതാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. കോൾ ചെയ്തോളൂ. കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടാലും മതി കേട്ടോ. വിളിച്ച് എപ്പോഴും കിട്ടുന്ന നിർബന്ധമില്ല. വാട്സപ്പ് ചെയ്തിട്ടാൽ എപ്പോഴും കാണുമ്പോൾ എന്ത് ചെയ്യും, ഓഫീസ് സ്റ്റാഫ് നമ്മളോ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ കൃത്യമായിട്ട് നൽകും കേട്ടോ.